ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഡിയൽ ലേണിംഗ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് ഇൻഡിവിജ്വൽ കോൺഫറൻസിനെയും ഗ്രൂപ്പ് കോൺഫറൻസിനെയും പറ്റിയിട്ടാണ്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ കൺകറൻറ്റ് വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ കോൺഫറൻസും ഗ്രൂപ്പ് കോൺഫറൻസും ചെയ്യുന്നതിന് മുമ്പ് തന്നെയും ഒരു പ്ലാൻ ഉണ്ടാക്കണം. അത് എപ്പോൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺകറൻറ്റ് വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട്, 20 ദിവസം കഴിഞ്ഞിട്ട്, 30 ദിവസം കഴിഞ്ഞിട്ട്, പിന്നെ 45 ദിവസം കഴിഞ്ഞിട്ട്. ബിഫോർ കൺകറൻറ്റ് വിസിറ്റിന് ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കൺകറൻറ്റ് വിസിറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ടെൻഷൻസും ഫീൽഡ് വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഒക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് സൂപ്പർവൈസർ തരും. പിന്നെ നിങ്ങൾക്കുള്ള ടെൻഷൻസ്, വെറീസൊക്കെ സൂപ്പർവൈസറായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ് ഈ വൺ ആൻഡ് വൺ മീറ്റിങ്ങിലൂടെ, അതായത് ഇൻഡിവിജ്വൽ കോൺഫറൻസിലൂടെ. പിന്നെ ആഫ്റ്റർ 10 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ്സും, നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടാവില്ല, ചില ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ പോയ സെറ്റിങ്സിലേക്ക് സ്യൂട്ട് ആവുന്നുണ്ടാവില്ല. അപ്പോൾ നല്ല കുറേ ഐഡിയാസ് നിങ്ങൾക്ക് സൂപ്പർവൈസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, സൺഡേയ്സും സാറ്റർഡേയ്സും സൂപ്പർവൈസർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഏർലിയർ പെർമിഷൻ എടുത്തിട്ട് സാറിനോട് ചോദിക്കുക. എന്നിട്ട് ആ ദിവസം നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി പേപ്പറിന് ഓരോ ദിവസം നിങ്ങൾക്ക് ക്ലാസ് തരുന്നതാണ്. അതായത് ഇപ്പോൾ 6 തിയറി പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നിങ്ങൾക്ക് ക്ലാസ് തരുന്ന സമയത്ത് അന്ന് ഗ്രൂപ്പ് ഡിസ്കഷനായിട്ട് ക്ലാസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഹാഫ് ആൻ അവർ, അന്നത്തെ ദിവസം ഒരു ഹാഫ് ആൻ അവർ ഇൻഡിവിജ്വൽ കോൺഫറൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് രണ്ടും ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ കോൺഫറൻസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻറ്ററാക്ഷൻ കിട്ടും നിങ്ങൾക്ക് സൂപ്പർവൈസറുമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും, ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും, കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും, കൺസേൺ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സൂപ്പർവൈസറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറിന് ആ തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ നിങ്ങൾ ആ ഒരു സിങ്ക് ചെയ്തിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ കൂടുതലായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും, ഒബ്ജക്റ്റീവ്സൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ, ഓപ്പൺ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇൻഡിവിജ്വൽ കോൺഫറൻസിലൂടെ. പിന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഫീൽഡ് വർക്ക് വിത്തൗട്ട് IC ഈസ് കൺസിഡേർഡ് ആസ് അൺസൂപ്പർവൈസ്ഡ് ഫീൽഡ് വർക്ക് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നിങ്ങൾക്കൊരു ഡെമോ ആയിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ഇൻഡിവിജ്വൽ കോൺഫറൻസ് ഫസ്റ്റിൻ്റെ ഒരു ഡെമോ കാണിക്കാനില്ല, സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ സൂം ചെയ്തിട്ടോ, പോസ് ചെയ്തിട്ട്, വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്. ഇതിൻ്റെ ഞാൻ ഇത് എൻ്റെ തന്നെ വർക്കാണ് കേട്ടോ. ഇതൊരിക്കലും ഞാൻ 100% പെർഫെക്റ്റാന്ന് പറയില്ല. ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് എഴുതുന്ന സമയത്ത്, അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് ഇട്ടിരിക്കുന്ന ഡെമോ ആയിട്ട്. ഇത് ഒരു ഒറിജിനൽ റിപ്പോർട്ടാണ്, ലൈക്ക് ഇൻഡിവിജ്വൽ കോൺഫറൻസിൻ്റെ. ഇത് സെക്കൻഡ് ഇയറിൻ്റെ റിപ്പോർട്ടാണ്. ഇതും നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതും നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം വായിച്ച് നോക്കുക, കുറച്ച് ഐഡിയാസൊക്കെ എന്തായാലും കിട്ടും. പിന്നെ ഗ്രൂപ്പ് കോൺഫറൻസിനെ കുറിച്ചിട്ട്, ഗ്രൂപ്പ് കോൺഫറൻസിലൂടെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടും. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്റ്റുഡൻസിൻ്റെയും കാലിബറും അവരുടെ ഐഡിയാസും തോട്ട്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിന് കുറച്ച് ഐഡിയാസൊക്കെ കുറച്ച് കിട്ടുന്നില്ല, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഐഡിയാസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് കോൺഫറൻസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, ഒരു ലീഡർഷിപ്പ് സ്കില്ലും കൂടി അവിടെ ഡെവലപ്പ് ആകും ഗ്രൂപ്പ് കോൺഫറൻസിലൂടെ. പിന്നെ നന്നായിട്ടൊരു കോപ്പറേഷൻസും ഒരു മ്യൂച്വൽ സപ്പോർട്ട്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗ്രൂപ്പ് കോൺഫറൻസിലൂടെ. പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാണ് ഒരു ഗ്രൂപ്പ് കോൺഫറൻസിൻ്റെ ഒരു ഡെമോ ആയിട്ടുള്ളത്. ഇതും ഞാൻ വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി വായിച്ച് ഫുൾ പറഞ്ഞു തരേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ് ചെയ്തിട്ട് ഞാനൊന്ന് നോക്കിയതാണ്, അപ്പോൾ ശരിക്കും വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു ഒറിജിനൽ ഡെമോ ആണ്, ലൈക്ക് എങ്ങനെയാണ് എന്നുള്ളത്. ഇത് ഭാഗ്യത്തിന് ഗ്രൂപ്പ് കോൺഫറൻസ് 1ൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഫസ്റ്റ് ഇയറിൻ്റെ ആണ്. ഇത് സെക്കൻഡ് കോൺഫറൻസിൻ്റെ ആണ്. ഇത്
തേർഡ് കേട്ടോ. ഇനി ഇതിൽ വായിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും എൻ്റെ അടുത്ത് പറയുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പേജിൽ നിങ്ങൾ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഇത് തന്നെ ഒരു 30 ഡേയ്സിൽ ചെയ്ത വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ടോപ്പിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതന്നെ നോക്കിയിട്ട് അതുപോലെ അത് നിങ്ങളെ ഐഡിയാസിൽ നിങ്ങൾ ചെയ്താൽ മതി. ഒരു 30 ഡേയ്സിൻ്റെ ടോപ്പിക് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇൻഡിവിജ്വൽ കോൺഫറൻസും ഗ്രൂപ്പ് കോൺഫറൻസിനും ഇതുപോലെ തന്നെ നിങ്ങൾ ഡേറ്റും ടൈമും മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ടേം എൻഡ് സെൽഫ് അസസ്മെൻറ്റ് ഫോം ഉണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ ടേം അസസ്മെൻറ്റ് അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് സെൽഫ് ഇവാലുവേഷൻ റിപ്പോർട്ടാണ്. സ്വന്തമായിട്ട് നമുക്ക് MSW കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് കഴിയുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് പോലെ നിങ്ങൾ എഴുതേണ്ടതാണ്. ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് MSW ജേർണലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തീരുവാണ്. എന്തായാലും എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്, കൺഫ്യൂഷൻസ് അതുപോലെ തന്നെ എന്ത് ആണെങ്കിലും ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോ ഇമ്പ്രൂവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.